Hello dear friends, welcome to RJ's physics classes. Rotational motionലെ second part അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ ബേസിക് ഐഡിയാസ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. ഓക്കെ, ആ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ റിയൽ ഫീല് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിൽ സെൻറ്റർ ഓഫ് മാസ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ റൊട്ടേഷണൽ മോഷൻ്റെ കുറച്ച് ഏരിയകളിലേക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോകളിലായി നമ്മൾ ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ ഇങ്ങനെയുള്ള ടോപ്പിക്കിലൂടെ നമ്മൾ മുന്നേറും. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചു. ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണറിലും m മാസ് വന്നാൽ, അതേപോലെ തന്നെ 2 മാസുകൾ എക്സ് കോർഡിനേറ്റിൽ വന്നാൽ എങ്ങനെ സെൻറ്റർ ഓഫ് മാസ് കിട്ടും അല്ലേ, അത് നമുക്കൊക്കെ അറിയണതാണ്. ഇപ്പോൾ ഒരു കല്ല് നമ്മളൊരു നൂല് കൊണ്ട് കെട്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു വിചാരിക്കുക, കല്ലല്ലേ ആദ്യം മുകളിലേക്ക് പോവുക. ഇനി അതേമാതിരി കല്ല് മുകളിലും നൂല് താഴെയായിട്ടാണോ അത് താഴേക്ക് വരിക, നേരെ തിരിഞ്ഞിട്ടാണ് താഴേക്ക് വരിക. മീൻസ് എപ്പോഴും സെൻറ്റർ ഓഫ് മാസിനാണ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു കല്ലും ഒരു നൂലും ആണെങ്കിൽ ആ ഫോഴ്സ് എവിടെ ഉണ്ടാവുക, കല്ലിൻ്റെ അടുത്താണ് ഉണ്ടാവുക അല്ലേ. അതേമാതിരി തന്നെ എന്താണ് പറയുക, ഇപ്പോൾ ഈ ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്ഫിയറും ഇങ്ങനെ ഒരു സ്ഫിയറും, ഇരുമ്പിൻ്റെ നമ്മളെ ഡംബലിൻ്റെ ഒരു വികൃത രൂപം, ഇതെടുത്തിട്ടാണ് മുകളിലേക്ക് വരികയാണെങ്കിൽ ഈ പാർട്ടാണ് മുകളിലേക്ക് ആദ്യം പോവുക. അതേമാതിരി അതന്നെയാണ് ആദ്യം താഴെത്തും ചെയ്യുക, കാരണം സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും. ഓക്കെ, പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ. ഇനി ഒരു സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ ഇപ്പോൾ ഇവിടെ എം എന്നുള്ള മാസ്, ഇവിടെ എം എന്നുള്ള മാസ്, ഇവിടെ എം എന്നുള്ള മാസ്, ഇവിടെ എം എന്നുള്ള മാസ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് 2,0 എന്ന് കൊടുക്കുകയാണ്. സ്ക്വയർ ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത് 2,0 ആണെങ്കിൽ ഇത് 0,0 ആയിരിക്കും, ഇത് 2,2 ആയിരിക്കും, ഇത് 0,2 ആയിരിക്കും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നമുക്കൊരു ഊഹമുണ്ട്, ഇത് സിമ്മട്രിക്കൽ ആണ്. സ്വാഭാവികമായിട്ടും സെൻറ്റർ ഓഫ് മാസ് എവിടെ വരിക, അതിൻ്റെ സെൻറ്ററിലാണ് വരിക. കിട്ടേണ്ടത് 1, 1 ആണ്. ഉറപ്പല്ലേ, കിട്ടേണ്ടത് 1, 1 ആണ്. ചെയ്ത് നോക്കാം. എക്സ് കോർഡിനേറ്റ് m1 x1 ചെയ്യണ്ട, m2 x2, സോ m into 2, m3 x3, m into 2, m4 x4 വേണ്ട കാരണം 0 ആണ്, divided by 4m. You will get the answer 4m divided by 4m. Answer is 1. ഇനി y കോർഡിനേറ്റ് എത്ര കിട്ടാൻ നോക്കൂ. m1 y1 വേണ്ട, m2 y2 വേണ്ട. എന്താ വേണ്ടാത്ത, 2 കോർഡിനേറ്റ് 0 ആണ്, ആൻസർ 0 കിട്ടും. ഓക്കെ, m3 x3 വേണം, സോ m into 2 പ്ലസ് m into 2, m4 x4 അല്ല y4 divided by 4m. Again the answer is 1. നമ്മൾ പ്രതീക്ഷിക്കണ പോലെ 1, 1 എന്നുള്ള പോയിന്റിലാണ് സെൻറ്റർ ഓഫ് മാസ് വന്നത്. സംശയമില്ലല്ലോ, ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇങ്ങനെ ആയിരുന്നെങ്കിലോ, നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്ത് വിചാരിക്കുക, m 2m 3m 4m. ഓക്കെ, m 2m 3m 4m ഇങ്ങനെയാണ് ഒരു സ്ക്വയറിൻ്റെ സൈഡിൽ നമ്മൾ മാസുകൾ അറേഞ്ച് ചെയ്തതെന്ന് വിചാരിക്കുക. ഈ കോർഡിനേറ്റ് 2,0 എന്ന് തന്നു. നേരത്തെ പറഞ്ഞു ബാക്കിയൊന്നും തരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ഇത് 0,0 നമുക്കറിയാം, ഇത് 2,2 ആണ് നമുക്കറിയാം, ഇത് 0,2 ആണ് നമുക്കറിയാം. ദെൻ എക്സ് കോർഡിനേറ്റോ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ m1 x1 വേണ്ട, m2 x2 വേണം, സോ 2m into 2 പ്ലസ് 3m into 2, 3m into 2. ഓക്കെ, ഇത് വേണ്ടെന്ന് ഉറപ്പല്ലേ, ഡിവൈഡഡ് ബൈ 1, 2, 3, 3, 3, 6, 6, 4, 10, 10m. ഉറപ്പല്ലേ,
3m, 6m, 10m. So 2 into 2 4, 4m, 3 into 2 6m. 10m divided by 10m, you will get the answer 1. X coordinate or center of mass is 1. Okay, y coordinate എത്ര വരാൻ നോക്കണ്ടേ? സംശയമില്ലല്ലോ. y coordinate കിട്ടാൻ ycm നോക്കാം. m1 y1 വേണ്ട, m2 y2 വേണ്ട, ആ രണ്ടും ഇല്ല, കാരണം y coordinates 0 ആണ്. Then m3 y3, 3m into 2 plus m4 y4, 4m into 2 divided by 10m എന്ന് പറഞ്ഞാൽ ഇത് 6m, ഇത് 8m. 14m divided by 10m, you will get the answer 1/4. Okay, so you will get center of mass 1.4. Okay, x coordinate 1 ആണ്, y coordinate 1.4 ആണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് center of mass കിട്ടുക. And this is actually 1, 1. ഇതാണ് 1, 1. ഇതിൻ്റെ കുറച്ച് മുകളിൽ ഇതായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ പോയിന്റ് 1.4. അത് 100% ഉറപ്പല്ലേ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. m2m ഇവിടെ 3m ആണ്. ഓക്കെ, ഇവിടെ 7m ആണ്. അപ്പോൾ കുറച്ച് അതിൻ്റെ അടുത്തേക്കല്ലേ നീങ്ങുക. ഇനി വെർട്ടിക്കൽ പ്ലെയിൻ എടുത്ത് നോക്കിയേ. ഇത് 5m ആണ്, ഇതും 5m ആണ്. സ്വാഭാവികമായിട്ടും ഇവിടെ 5m, ഇവിടെ 5m, അത് രണ്ടെണ്ണത്തിനെ ഒരു എന്താണ് പറയുക, കമ്പീൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട് സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് മാസ് വരിക. ഇത് 5m, ഇതും 5m. അപ്പോൾ ഇതൊരൊറ്റ മാസമായിട്ട് കാണുക, ഇതൊരു മാസമായിട്ട് കണ്ടാൽ സെൻറ്ററിലാണ് സെൻറ്റർ ഓഫ് മാസ് വരിക. ഇത് 3m, ഇത് 7m. സോ 7mൻ്റെ അടുത്താണ് സെൻറ്റർ ഓഫ് മാസ് വരിക. ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി ഇതിലൊരു ചെറിയ തരികിട മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഇത് m എന്ന് പറഞ്ഞ മാസ്, ഓർ m1, ഇത് m2 എന്ന് പറഞ്ഞ മാസ്, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിച്ചോളാം. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിച്ചാൽ ഈ പോയിന്റ് ഒറിജിൻ ആയിട്ട് എടുക്കുക. ഈ പോയിന്റ് അപ്പോൾ r ഡിസ്റ്റൻസിലാണ്, ഉറപ്പാണല്ലോ. ഇത് ഒറിജിനിലാണ്, ഈ പോയിന്റ് r ഡിസ്റ്റൻസിലാണ്. ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞാൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടും സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ r1 ഈക്വൽ ടു m2r ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആയിരിക്കും. ഉറപ്പാ. ഇതിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ m1r ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആയിരിക്കും. അത് വളരെ സിമ്പിളാണ് ആലോചിക്കാൻ. ഇത് ഒറിജിൻ ആയിട്ട് എടുക്കുക, 0, 0. അപ്പം ഇത് r0 അല്ലേ? ഇനി എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. m1r1 ഇല്ല, പ്ലസ് m2r2, m2r ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇനി ഇതാണ് ഒറിജിനായിട്ട് എടുക്കണമെങ്കിലോ m2 ഉണ്ടാവില്ല, പകരം m1r ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ ഇവിടെ സെൻറ്റർ എന്ന് പറയണില്ല, ഏതെങ്കിലും ഒരു ദൂരത്തേക്ക് മാറ്റാം. ഈ പോയിന്റ് ആണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. ഈ ഡിസ്റ്റൻസ് ആണ് r1, ഈ ഡിസ്റ്റൻസ് ആണ് r2. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ r1നെ m1 കൊണ്ട് ഗുണിക്കുക, ഈ r2നെ m2 കൊണ്ട് ഗുണിക്കുക. ഇവിടുത്തെ ഗുണിച്ചു നോക്കിയേ, എന്താ കിട്ടുകയെന്ന് അറിയാലോ. അപ്പം നിങ്ങൾക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടും. m1r1 is equal to m2r2. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസിൽ ഒന്നാണ്. ഓക്കെ, m1r1 ഈക്വൽ ടു m2r2. m1 m2 എന്ന് പറഞ്ഞിട്ട് r എന്നുള്ളൊരു ഡിസ്റ്റൻസ് നമുക്ക് തരുകയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതർ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ മാസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറയുകയാണെങ്കിൽ അതർ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ m1 പ്ലസ് m2. ഗോട്ട് ഇറ്റ്?
M1നെ ബേസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞാൽ M2R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. M2നെ ബേസ് ചെയ്തിട്ടാണ് സെൻറ്റർ ഓഫ് മാസ് കാണാൻ പറഞ്ഞതെങ്കിലോ M1R ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. Okay, so other mass into distance by total mass, that should be coordinate of center of mass. Okay, ഏത് മാസിനാണോ ചോദിച്ചതെങ്കിൽ അടുത്ത മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അതായിരിക്കും കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നും അതിലില്ല എന്ന് പ്രതീക്ഷിക്കണോ? ഓക്കെ, ഒന്ന് ഒറിജിൻ ആയിട്ട് എടുക്കുക. അപ്പോൾ ആർ ഡിസ്റ്റൻസിലാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഒരു കോർഡിനേറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ, എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് ഏതെങ്കിലും ഒന്ന്. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ്. ഇനി രണ്ടും കിട്ടിക്കഴിഞ്ഞപ്പോൾ വി ഗോട്ട് എ ന്യൂ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഹിയർ, M1R1 ഈക്വൽ ടു M2R2. പറഞ്ഞ ഐഡിയ കിട്ടിയോ? ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്ട്രാ ഐഡിയയാണ് M1R1 ഈക്വൽ ടു M2R2. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. M1R1 ഈക്വൽ ടു M2R2. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു എൽ ഷേപ്പ്ഡ് ലാമിന തന്നിട്ടുണ്ട് ഇങ്ങനെ. ഇതിൻ്റെ മൊത്തം മാസ് 3 കിലോഗ്രാമാണ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കാണാനാണ് പറഞ്ഞത്. ഈ ഡിസ്റ്റൻസ് 2 ആണ് തന്നിട്ടുണ്ട്, ഇതും 2 ആണ്, അത്രേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ 3 പാർട്ടാക്കി മാറ്റാം. മൊത്തം 3 കിലോ ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 1 കിലോഗ്രാം ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 1 കിലോഗ്രാം ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവും. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് 1 കിലോഗ്രാം ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവും. അതെങ്ങനെ സാർ സെൻറ്ററിൽ ഉണ്ടാവുക? ഇപ്പാണ് പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഒരു സിമ്മട്രിക് ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ ഉണ്ടാവുക? എക്സാക്ട് സെൻറ്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇത് 0 0, സ്വാഭാവികമായിട്ടും ഇത് 1 0, ഇത് 2 0. ഓക്കെ, ഇത് 0 1, ഇത് 0 2. നമുക്ക് വേണ്ട പോയിന്റ്സ് ഒക്കെ എഴുതിയൊക്കെയാണ്. ആൻഡ് ദിസ് ഈസ് 1 1. ഓക്കെ, ദിസ് ഈസ് 2 1 ആൻഡ് ദിസ് ഈസ് 1 2. വെറുതെ എഴുതി വെച്ചു എന്ന് മാത്രം. നമുക്ക് ആ പോയിന്റ്സ് ഒന്നും ആവശ്യമില്ല, പക്ഷെ എല്ലാം വെറുതെ മാർക്ക് ചെയ്തിട്ടു, അത്രേ ഉള്ളൂ. ഇനി ഇത് എത്രയെന്ന് ചോദിച്ചാൽ 1/2 1/2, 1/2 1/2. ഇത് എത്രയെന്ന് ചോദിച്ചാലോ 3/2 1/2. ഇതോ 1/2 3/2. ഇനി എൻ്റെ സേവനം ആവശ്യമില്ലല്ലോ. ദിസ് ഈസ് M1, ദിസ് ഈസ് M2, ദിസ് ഈസ് M3. എന്നാലും ഞാനൊന്ന് ചെയ്തുതരാം ആവശ്യമില്ലെങ്കിലും. എക്സ് കോർഡിനേറ്റ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് M1 x1 1 കിലോഗ്രാം ഇൻറ്റു ഹാഫ്, സോ M ഇൻറ്റു 1/2 പ്ലസ് M2 x2, സോ M ഇൻറ്റു 3/2 പ്ലസ് M3 x3, M ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 3M. ഓക്കെ, സോ M/2 പ്ലസ് M/2 എന്ന് പറഞ്ഞാൽ M വരും. ഓക്കെ, M എന്നുള്ള ആൻസർ ഇത് വരും. M പ്ലസ് 3M/2, M പ്ലസ് 3M/2 എന്ന് പറഞ്ഞാൽ 5M/2 ബൈ 3M ബൈ 3M. സോ M വെട്ടിപ്പോവും. വി വിൽ ഗെറ്റ് ദ ആൻസർ 5/6. ഓക്കെ, ഇനി y കോർഡിനേറ്റ് കാണുമ്പോഴോ M1 1 ഇൻറ്റു ഹാഫ് പ്ലസ് 1 ഇൻറ്റു ഹാഫ് പ്ലസ് 1 ഇൻറ്റു 3/2. അത് തന്നെയല്ലേ സംഭവം. അപ്പോൾ y കോർഡിനേറ്റ് നമുക്ക് കിട്ടലും എന്ത് തന്നെയാണ്? 5/6 ആണ്. ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം NCERT ഒരു പ്രോബ്ലത്തിലേക്ക് നീങ്ങിയത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഈസ് M1R1 ഈക്വൽ ടു M2R2. രണ്ട് ഓബ്ജക്റ്റിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് ഒരു പോയിന്റ് നിന്ന് R1 അടുത്ത പോയിന്റ് നിന്ന് R2 ആണെങ്കിൽ M1 ഇൻറ്റു R1 ഈക്വൽ ടു M2 ഇൻറ്റു R2. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക് കിട്ടാൻ, ഓക്കെ,
ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ m, ഇവിടെ 2m, ഇവിടെ 3m, ഇവിടെ 4m. ഒരു കേസ് ഞാൻ പറയാം, രണ്ടാമത്തെ കേസ് നിങ്ങൾ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. ഒരു കേസ് ഞാൻ പറയും, അടുത്ത കേസ് നിങ്ങൾ കാണണം. ഇപ്പം ഇതിൻ്റെ നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് ആണ് വേണ്ടത് വിചാരിക്കാം. ഓക്കെ, ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോയിന്റ് അല്ലേ നമുക്ക് കിട്ടണ്ടേ. ഓക്കെ, ഇത് രണ്ടും കൂടെ ഒരു മാസമായിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് 5 കിലോഗ്രാം. ഇത് രണ്ടും കൂടിയും ഒരു മാസമായി ട്രീറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് 5 കിലോഗ്രാം. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2. ഉറപ്പല്ലേ? അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2 അല്ലേ? ഇനി നിങ്ങൾക്ക് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യണതെങ്കിൽ ഓക്കെ, സോ ഇതേ ഇൻറ്റു അടുത്ത മാസ് എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു അടുത്ത മാസ് ഓട്ടോമാറ്റിക്കലി എന്താ വരിക? ഇതേ ഇൻറ്റു അടുത്ത മാസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു അടുത്ത മാസ് 2 ഇൻറ്റു 5 10 ബൈ ടോട്ടൽ മാസ്. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 10/10 1. എക്സ് കോർഡിനേറ്റ് ആയില്ലേ? ഇതേമാതിരി നമുക്ക് അടുത്തതും കണ്ടൂടെ? പറഞ്ഞ ലോജിക് ക്ലിയർ ആണല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. പറഞ്ഞാൽ നേരത്തെ ചെയ്തതിൻ്റെ എക്സ്റ്റൻഷൻ. ഒരു മാസ് ഉണ്ട്, അടുത്തൊരു മാസിലേക്കുള്ള ദൂരം തന്നാൽ കോർഡിനേറ്റ് കിട്ടാനുള്ള സിമ്പിൾ വേ എന്താണ്? അതർ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ മാസ്. ഇതേപോലെ നിങ്ങൾക്ക് y കോർഡിനേറ്റ് ആണ് വേണ്ടതെങ്കിൽ ഇത് 3m, ഇത് 7m, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2. ഇനി ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് അതർ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ മാസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞു വന്നത്. മുന്നത്തെ ഒരു എക്സാമ്പിൾ ഞാനൊന്ന് അതിലേക്ക് എടുത്തിട്ടു എന്ന് മാത്രം. ഓക്കെ, ഒരു 2m അല്ലെങ്കിൽ ഒരു 2 കിലോഗ്രാം, ഒരു 6 കിലോഗ്രാം, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണ്. If 6 kilogram is moving towards right by 2 meter, okay, if 6 kilogram is moving by 2 meter towards right, by what distance 2 kilogram should move so that center of mass remains at the same point or at the initial point? 2 kilogram and 6 kilogram are separated by a distance r. If 6 kilogram is moved towards right by 2 meter, by what distance 2 kilogram should move so that center of mass remains at the initial point? Okay, so ഈ 6 കിലോഗ്രാം 2 മീറ്റർ നീങ്ങുമ്പോൾ 2 കിലോഗ്രാം എത്ര ദൂരം നീങ്ങണം? എന്തിന്? സെൻറ്റർ ഓഫ് മാസ് അതേ പോയിന്റിൽ തന്നെ നിൽക്കാൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കറിയണ ഇക്വേഷൻ ഇത് 2 രീതിയിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് ഈ മെത്തേഡിൽ m1r1 ഈക്വൽ ടു m2r2. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, m1 ഇൻറ്റു ഈ 2 കിലോഗ്രാം എത്ര ദൂരത്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, m1 നമുക്കറിയാം കേട്ടോ, 2 കിലോ അല്ലേ. ഇനി 2 കിലോഗ്രാം എവിടെ നിൽക്കണോ അവിടുന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമല്ലേ r1. ഫസ്റ്റ് മാസ് ഇൻറ്റു സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ദൂരം, അതാണ് എന്ത് വരുന്നത്? r1. സോ 2 ഇൻറ്റു r1 that should be equal to 6 into r2. Okay, so r1 equal to 6 meter. പക്ഷെ അവിടെ ഒരു ചെറിയ ഡൗട്ട് വരും. അത് എങ്ങോട്ടാണ് നീങ്ങേണ്ടത്, അത് ഏത് പോയിന്റിലേക്കാണ് നീങ്ങേണ്ടതെന്നുള്ള ഒരു ചെറിയ ഡൗട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് നീങ്ങേണ്ടത് ലെഫ്റ്റിലേക്കാണ്. ഇത് 6 മീറ്റർ ലെഫ്റ്റിലേക്ക് നീങ്ങണം. ഇത് 2 മീറ്റർ റൈറ്റിലേക്ക് നീങ്ങി വിചാരിക്കുക. സെൻറ്റർ ഓഫ് മാസ് ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? ഇത് ഇത്രയും പിന്നിലേക്ക് പോകണം. അതിൻ്റെ കാരണം സിമ്പിൾ, ഈ മാസിൻ്റെ അടുത്താണ് എന്ത് വരണത്? സെൻറ്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, ഈ മാസിൻ്റെ അടുത്താണ് സെൻറ്റർ ഓഫ് മാസ് വരിക. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ
വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇത് 2 മീറ്റർ ആണെന്ന് എടുത്താൽ ഇതിനെ ബേസ് ചെയ്തിട്ട് സെൻറ്റർ ഓഫ് മാസ് എവിടെ ഇരിക്കും? അതർ മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 8. 12/8 1.5 മീറ്ററിലാണ്. ഇവിടുന്ന് 1.5 മീറ്ററിൽ എന്ന് പറഞ്ഞാൽ ഇത് 0.5 മീറ്ററിലാണ്. ഇതിന് ഇങ്ങോട്ട് നീങ്ങി വിചാരിക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസിൻ്റെ 1/3 ഡിസ്റ്റൻസാണ് ഇവിടെ ഉള്ളൂ. സോ ഇത് ഇങ്ങോട്ട് നീങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇത് ഇങ്ങോട്ട് നീങ്ങി വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 2ഉം 0.5ഉം 2.56 വേണം. അപ്പോൾ അതിനേക്കാൾ ഒരുപാട് ദൂരം ലെഫ്റ്റിക്ക് വേണ്ടേ? അതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 7.5. 1.5 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഇനി എത്രയും കൂടിയും വേണം? 6ഉം കൂടിയും വേണം. ഇത് ആലോചിച്ചുണ്ടാക്കുന്നതിന് പകരം ഒരു സിമ്പിൾ ടെക്നിക്. എക്സ് സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം. m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dxm ഈക്വൽ ടു m1 ഇൻറ്റു dx1 പ്ലസ് m2 ഇൻറ്റു dx2 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. Center of mass remains same, means ഈ ഡിസ്റ്റൻസ് 0 ഈക്വൽ ടു m1 എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാം, 1 അല്ല 2 കിലോഗ്രാം ഇൻറ്റു dx1 നമുക്കറിയില്ല, പ്ലസ് m2 6 dx2 നമുക്കറിയാം 2 മീറ്റർ ആണ് നീങ്ങിയത്, ബൈ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 8. ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 0. സോ 12 പ്ലസ് 2 dx1 equal to 0. 2 dx1 equal to minus 12. So dx1 equal to minus 6 meter. ഇവിടുന്ന് ഇങ്ങോട്ട് +2 ആണെങ്കിൽ -6 പറഞ്ഞാൽ എങ്ങോട്ടാണ് നീങ്ങേണ്ടി വരിക? ലെഫ്റ്റിലേക്കാണ് നീങ്ങേണ്ടി വരിക. സോ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? 2 kilogram and 6 kilogram are separated by r meter. എന്തു ആവാം. ഓക്കെ, if 6 kilogram moving towards right by 2 meter, by what distance 2 kilogram should move so that center of mass remains at the same point? Okay, അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റുക XCM എടുക്കുക. m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. അപ്പോൾ DXCM കാണാം. m1 into dx1 plus m2 into dx2 divided by m1 plus m2. Center of mass remains at the same point എന്നാണ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് റിമെയിൻസ് അറ്റ് ദ സെയിം പോയിന്റ് എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും DXCM 0 വരും. m1 ഇൻറ്റു m1 എത്ര ദൂരം നീങ്ങി എന്നറിയില്ല, dx1 പ്ലസ് m2 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു അത് നീങ്ങിയത് 2 മീറ്റർ ആണ്, ബൈ ടോട്ടൽ മാസ്. ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 0 തന്നെ വരും. സ്വാഭാവികമായിട്ടും നമുക്ക് 12 പ്ലസ് 2 dx1 is 0. 2 dx1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -12. ഇത് ലെഫ്റ്റ് റൈറ്റിലേക്ക് എടുക്കും. സോ dx1 is -6 മീറ്റർ. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പം ലെഫ്റ്റിക്കാണോ റൈറ്റിക്കാണോ നീങ്ങുക എന്നുള്ളതിന് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. ആ പറഞ്ഞതിന് ഈസി ആയിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനും കൂടിയും പറയാം. മീൻസ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലും കൂടി നമ്മൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്നും കൂടി പറയാം. ദ സെയിം അപ്ലിക്കേഷൻ ഫോർ m1 r1 ഈക്വൽ ടു m2 r2. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇക്വേഷൻ ആലോചിക്കുക. m1 r1 ഈക്വൽ ടു m2 r2. 2 kilogram and 6 kilogram are placed as shown in figure. If 6 kilogram is moving towards right by 2 meter, by what distance 2 kilogram should move so that center of mass shift by 3 meter towards right? By what distance 2 kilogram should move so that center of mass will shift by 3 meter towards right? പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ആവും ചെയ്യാന്ന്. ഈ 6 കിലോഗ്രാം 2 മീറ്റർ നീങ്ങാൻ. ഓക്കെ, 6 കിലോഗ്രാം 2 മീറ്റർ നീങ്ങാൻ.
സെൻറ്റർ ഓഫ് മാസ് 3 മീറ്റർ റൈറ്റിലേക്ക് നീങ്ങണം. അങ്ങനെ നീങ്ങണമെങ്കിൽ 2 കിലോഗ്രാം എത്ര ദൂരം സഞ്ചരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, സോ 6 kilogram is moving towards right by 2 meter. By what distance 2 kilogram should move so that center of mass will shift by 3 meter towards right? ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ഇക്വേഷൻ എക്സിഎം m1 or dxm dx1 plus m2 dx2 by m1 plus m2. dxm എത്രയെന്ന് ഇപ്പോൾ നമുക്കറിയാം, 3 മീറ്റർ. കാരണം സെൻറ്റർ ഓഫ് മാസ് 3 മീറ്റർ ആണ്, മുന്നിലേക്ക് നീങ്ങണേ. ഈക്വൽ ടു 2 ഇൻറ്റു dx1, അത് എത്രയെന്ന് അറിയില്ല, പ്ലസ് എന്ത് വരും 6 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, മീറ്റർ നമുക്ക് ആവശ്യമില്ല, സംഖ്യ എഴുതിയാൽ മതി. സോ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 24 ഈക്വൽ ടു 2 dx1 പ്ലസ് 12. സ്വാഭാവികമായിട്ടും എന്ത് ആൻസർ വരും? ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ 12 ഈക്വൽ ടു 2 dx1. ഓക്കെ, സോ dx1 ഈക്വൽ ടു 12 by 2. ആൻസർ ഈസ് 6 മീറ്റർ. ഇവിടുത്തെ dx1 കിട്ടിയത് +6 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നീങ്ങണത് റൈറ്റിലേക്കാണ്. അപ്പോൾ സാറേ നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ ഇവിടെ 2 മീറ്ററേ ഉള്ളൂ എന്ന്, പിന്നെ എങ്ങനെ 6 മീറ്റർ വലത്തോട്ട് പോവുക എന്ന് ചോദിക്കരുതേ. ഈ എഴുതിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ഈ 2 മീറ്റർ. ഈ 2 മാസുകൾക്കിടയിൽ 2 മീറ്റർ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഈ 1.5ഉം 2 ഒക്കെ നിങ്ങൾക്ക് 6ൻ്റെ അടുത്താണ് സെൻറ്റർ ഓഫ് മാസ് കിട്ടുക എന്നറിയാൻ തന്നൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇവിടെ പറഞ്ഞത് 6 എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് പോലും ഞാൻ 6 എന്ന് പറഞ്ഞിട്ടില്ല. ഈ 2 മാസുകൾക്കിടയിൽ 2 എന്നോ 4 എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 2 മീറ്റർ എന്ന് ഞാൻ പറഞ്ഞു. അത് ഇതിൻ്റെ അടുത്താണ് സെൻറ്റർ ഓഫ് മാസ് കിട്ടുക എന്നറിയാനുള്ള ഒരു എക്സാമ്പിൾ മാത്രം. സംശയം ഉണ്ടെങ്കിൽ റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കിലേക്ക് പോയി നോക്കുക. 2 kilogram and 6 kilogram are separated by 6 എന്നാ പറഞ്ഞേ. ഈ 6 എന്ന് പറയണത് 6 അല്ലല്ലോ, ഇംഗ്ലീഷ് ലെറ്റർ 6 അല്ലേ. സ്വാഭാവികമായിട്ട് അതിന് 6 എന്നുള്ളൊരു ആൻസർ ഇല്ല, അല്ലെങ്കിൽ ഒരു മീനിങ് ഇല്ല. അപ്പം ചോദിക്കരുത് ഈ 2 കിലോഗ്രാം എങ്ങനെ 6 മീറ്റർ നീങ്ങുക. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ 6000 കിലോമീറ്ററോ അല്ലെങ്കിൽ 6000 മീറ്ററോ വന്നൂടെ, അത് എന്തും ആവാം. 6 എന്ന് മാത്രം പറഞ്ഞേ. ലോജിക് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ 2 ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് ഇതിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. സംശയമൊന്നുമില്ലല്ലോ. സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം. അതിൽ 2 മാസുകൾ തന്നിട്ട് ഒരു മാസ് നീങ്ങി. ഓക്കെ, ഒരു മാസ് നീങ്ങി. ആ ഒരു മാസ് നീങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ മാസ് എത്ര ദൂരം നീങ്ങിയ സെൻറ്റർ ഓഫ് മാസ് അവിടെ തന്നെ നിൽക്കും എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ചെയ്യാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി 2 മാസ് തന്നു, ഒരു മാസ് നീങ്ങിയപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വലത്തോട്ട് നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മാസ് എത്ര ദൂരം നീങ്ങിയിട്ടുണ്ടാവും? സെൻറ്റർ ഓഫ് മാസ് സെയിം പൊസിഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരു മാസ് നീങ്ങേണ്ടത് ലെഫ്റ്റിലേക്കാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ മാസ് നീങ്ങണതും എങ്ങോട്ട് തന്നെയാണ്? റൈറ്റിലേക്കാണ്. അവിടുത്തെ കണ്ടീഷനും കൂടി ആലോചിക്കുക. വലിയ മാസ് നീങ്ങണത് പറഞ്ഞുകൊണ്ടാണ് ചെറുത് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത്. അതേസമയം ഈ ചെറുതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ വലുത് കുറച്ച് ദൂരം നീങ്ങുള്ളൂ. കാരണം സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും വലുതിൻ്റെ അടുത്താവും. സോ സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള ടോപ്പിക് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. സെൻറ്റർ ഓഫ് മാസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും സെൻറ്റർ ഓഫ് മാസ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ റൊട്ടേഷൻ്റെ അടുത്ത വീഡിയോയിൽ ആംഗുലർ വെലോസിറ്റി എന്നുള്ള ടേമിലേക്ക് നീങ്ങും. അതിൻ്റെ കൂടെ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ കൂടെ നമ്മളങ്ങനെ പുട്ടിന് തേങ്ങടണ പോലെ കുറച്ച് പറഞ്ഞുകൊണ്ട് ഇതൊന്നും കൂടെ ക്ലിയർ ആവുന്നത് വരെ നമ്മൾ സെൻറ്റർ ഓഫ് മാസിൽ നീങ്ങും. ഓക്കെ, പിന്നെ കുറേശ്ശെ നമ്മൾ പോലും അറിയാതെ ആംഗുലർ മൊമെൻറ്റത്തിലേക്കും ടോർക്കിലേക്കും കെപ്ലേഴ്സിലേക്കൊക്കെ നമുക്ക് സഞ്ചരിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.